വലിയ മുട്ടാണോ ചെറിയ മുട്ടാണോ? ശംഖുമോള് പറയണം. ശംഖുമോളെ കമോൺ ബാ. ശംഖുമോളിന് എങ്ങനത്തെ മുട്ട ഇഷ്ടം? ആണുങ്ങൾക്ക് എങ്ങനത്തെ മുട്ട ഇഷ്ടം ശംഖുമോളെ? വലുതാണോ ചെറുതാണോ? മര്യാദയ്ക്ക് പറഞ്ഞോ, ഈ ചേച്ചി കൊല്ലും. ആ റെഡ് റോസേ കമോൺ. എനിക്ക് വലിയ മുട്ടാണ് ഇഷ്ടം. അശ്ശീ ആണോ കറുത്തു? മീ ബംഗ്ലാദേശ്. അയ്യോ സോറി ഏട്ടാ, ഇത് ബംഗ്ലാദേശ് അല്ല, ഇത് കേരളയാണ്. സോ ഇതളെ കാർത്തൂന് വലിയത്, ഇതളെ കാർത്തൂന് വലിയ ഇതിലും മുട്ട് വേണം ഇഷ്ടം. ചെറിയ മുട്ട് ചെറുതാ ഇഷ്ടം? ചെറുത് കൂട്ട് പൊളിയല്ലേ? ചെറുതാണ് നല്ലത്, അതറിയില്ല. ഇതള് എൻ്റെ വാടി ഇതളിൽ തലോടി അവിടെ കൂൾ. ഞാൻ കൂൾ ചെയ്തിരിക്കുന്നു കേട്ടോ. അന്നത്തെ എൻ്റെ വർക്കും പോയ പണ്ടാണ്. ശംഖുമോളെ ഈ മനുഷ്യൻ ആണോ? ഇനി ചെറിയ മുട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ ചേച്ചി കിണ്ണാമണി വലുതാണോ ചെറുതാണോ ഇഷ്ടം? അത് വലുത് അല്ല മെറീസ, അല്ല മൈനു, ശംഖുമോളെ നമുക്ക് വലുതാ ഇഷ്ടം. എനിക്ക് വലുതാ ഇഷ്ടം. ചെറുത് കിട്ടിയിട്ട് എന്താ ഏട്ടാ, എന്താ മോനെ കാര്യം? അല്ല ശംഖുമോളെ ശരിക്കും വലുതല്ലേ നല്ല സുഖം കിട്ടുക? വലുതിനെ സുഖം കിട്ടുക. വലുത് കണ്ടാ, എൻ്റെ ശംഖുമോൾക്കും എനിക്കും വലുതാ ഇഷ്ടം. ഇതളിന് ഏതാ ഇഷ്ടം? വലുതാണ് നല്ലത്, വലുതാണ് നല്ലത്. ഇതളിനോട് ചോദിച്ചു നോക്കാം. ഇതളിന് ഏതാ ഇഷ്ടം? നാണം കെട്ടവൾ കുഞ്ഞുമോൾ. ആഹാ കുഞ്ഞുമോളിന് നാണം കെട്ട്. ആരും മറുപടി ചേച്ചി കൊടുത്തോളാം. നാണം കെട്ടവൾ കുഞ്ഞുമോൾ. അയ്യോ മോളെ മോൾക്ക് തരിക്കുന്നോ? മോൾക്ക് തരിക്കുന്നോ? അമ്പിച്ചിക്ക് നാണം തീരെ ഉളുപ്പില്ല. എന്താ കുഞ്ഞോൾക്ക് എന്താ സാധനം തരിക്കുന്നോ? നിന്റെ മാറിയിരുന്നിട്ട് ചീപ്പിന്റെ പല്ലില്ലേ, അതുകൊണ്ട് 2 കാല് അങ്ങോട്ട് വിടർത്തി വെച്ചിട്ട് ചീപ്പിന്റെ പല്ലെടുത്തോടെ ഒരച്ചോ ചെല്ല് മാറിയിരുന്നു. മൈനു ചേച്ചി കൊടുത്തു. 2 കാല് കവച്ച് വെക്കുക, ചീപ്പിന്റെ അരം എടുക്കുക. നാണം കടകൾ എന്തിനാ വന്നത്? അതെ ഇതളിന് എൻ്റെ നാവാണ് ഇഷ്ടം ഉണ്ടല്ലേ. 2 കാല് കവച്ച് വെക്കുക, ചീപ്പ് എടുക്കുക, ചീപ്പിന്റെ അരം എടുത്തിട്ട് അങ്ങോട്ട് ഉരയ്ക്കുക, നല്ല സുഖം കിട്ടും. എന്നിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ ചെല്ല്. ബ്ലോക്ക് അടിച്ചേ, ഇതേ ഞങ്ങളിവിടെ ബ്ലോക്ക് അടിച്ചു വിട്ടോ. അപ്പൂസേ കുഞ്ഞുമോൾ പെണ്ണുക്ക് എന്താ കുശുമ്പ് കുത്തുന്നാ? ഞാൻ പലതും പറയും. നിൻ്റേത് അത്രയ്ക്ക് വലുതായിരിക്കണം. എൻ്റെ വലിയ സാധനം. ബ്ലോക്ക് അടിക്കില്ല കേട്ടോ, ആരും ബ്ലോക്ക് അടിക്കില്ല. എൻ്റെ വലുതാ മോളെ, എൻ്റെ വലുത് എല്ലാവർക്കും ഇഷ്ടം. എന്ത് ചെയ്യാനാ? എൻ്റെ നല്ല വലിപ്പമുണ്ട്. ബ്ലോക്ക് അടിക്കണ്ട കേട്ടോ, എൻ്റെ നല്ല വലിപ്പമുണ്ട്. എന്താ കുഴപ്പം? ചേച്ചിക്ക് ഇഷ്ടമുള്ള പൊസിഷൻ അതാ. എനിക്ക് ഡോഗി സ്റ്റൈല്. എൻ്റെ നല്ല വലിപ്പമുണ്ട്. നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടോ? ശ്രുതി തമ്പി ഇവിടെ ഒന്ന് ചൊറിയുന്നു എൻ്റെ ശ്രുതി പെണ്ണുങ്ങൾ, ഓരോ പെണ്ണുങ്ങൾ. ഞാൻ എന്താക്കാൻ എൻ്റെ ശ്രുതി തമ്പിയെ? മറുപടി കൊടുക്കേണ്ടത് മറുപടി അപ്പം തന്നെ കൊടുക്കണം. നിന്റെ ചൊറി പിടിച്ച സാധനമായിരിക്കും. അയ്യോ അത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പറ ശ്രുതി തമ്പി. അത് എന്ത് ചെയ്യണം പറയും? പെട്രോൾ ഒഴിച്ച് കത്തിക്കണം. അല്ല മൈനു അവർക്ക് സൂക്കേടും കടി മൂത്തിരിക്കുക നമ്മളിവിടെ കഥ പറയുമ്പോൾ. അത്രയേ ഉള്ളൂ. നമ്മളിവിടെ കഥ പറയുമ്പോൾ അവർക്ക് സൂക്കേടും. കുഞ്ഞു അത് മിക്കവാറും അത് തന്നെയായിരിക്കും. ശ്രുതി തമ്പി ഹൈ റേറ്റ് ആണ്. അനുഭവം ഗുരു. അപ്പോ എന്താ ലാടേ ഇത്? ഇവിടെ അതിൽ പറന്നു ഒരുമിക്കും. നീ പോയിക്കണാ? നീ പോയത് എന്തിനാണ് മുത്ത വിളിച്ചു പറയണേ? ഇങ്ങനൊന്നും വിളിച്ച് പറയില്ലേ കർത്തു? എടാ നിനക്ക് പെണ്ണുങ്ങളെ റേറ്റ് നോക്കലാണോ പണി? അരേ വാ, കഥ കൂട്ട് മാറി. സ്റ്റോപ്പ് ഇറ്റ് ഡൗൺ. ബാ മൈന, നമുക്ക് ഇതാളുടെ കഥയും പറഞ്ഞിരിക്കാം. ഇതളെവിടെ? അപ്പോൾ കണ്ടിന്യൂ ഗോയ്സ്, കണ്ടിന്യൂ. ബാ, പലവരും വരും പല ലൈവും മോശമാക്കാൻ. നമ്മൾ നെവർ മൈൻഡ്. ഓക്കെ, ഓൺലി ബിസിനസ് ടോക്ക്. കണ്ടിന്യൂ മക്കളെ, കണ്ടിന്യൂ. ലാസ്റ്റ് ഇവിടുന്ന് ആരും മൂടായിട്ട് പോവരുത്.
ഓക്കെ. അപ്പ് കറക്റ്റ്. മൂടായി ഞാനും മൂടാവും തോന്നുന്നു. ഹലോ സോറി റോങ് നമ്പർ. ബൈ. ഓർഡറാ. കഥ മുക്കി നോ. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ന്യൂ ബ്ലോക്ക്. അയ്യോ ആരും ബ്ലോക്ക് അടിക്കണ്ട. ചേച്ചി നിക്കർ ഇട്ടിട്ടാണോ കാല് മാറ്റി ഇരിക്കുമ്പോൾ സൂക്ഷിക്കുക. ഞാൻ ഇട്ട് ടോപ്പല്ലേ, ഞാൻ പാൻറ് ഇടും. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ മൂടായി. രണ്ടെണ്ണം അടിച്ചാലോ. കഥ പറഞ്ഞു വൈര് മൂടായി. എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾ ഇങ്ങനെ മൂടാക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്ക് എൻ്റെ അപ്പു കാർത്തു രണ്ടെണ്ണം അടിക്കേണ്ടി വരുമല്ലോ. ഫുഡ് ഉണ്ടായിച്ചു. 6 മണിക്ക് കസ്റ്റമർ എന്ന് പറഞ്ഞു കുളിച്ചില്ല. കസ്റ്റമർ വരുന്നതിനകത്ത് കുളിക്കാം. കസ്റ്റമറോട് കുളിപ്പിക്കാൻ പറയാം. ചേട്ടൻ ഞാൻ കുളിച്ചില്ല ചേട്ടാ. എടാ കസ്റ്റമർ എത്തിടാ. വന്നു കസ്റ്റമർ വന്നു. ചേട്ടൻ എവിടെ എത്തി? അയ്യോ ഇത്ര പിടുന്ന. ഞാൻ കുളിക്കുമായിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിക്കാം. കസ്റ്റമർ വന്നു. എടാ നൈറ്റ് വർക്ക് ഉണ്ടടാ. എത്തി. നമ്മൾ കുളിക്കട്ടെ. അപ്പം എല്ലാവരും നിങ്ങളുടെ ഇരിക്കും കുളി ചെയ്യുന്നിടം വരെ. അപ്പോൾ നൈറ്റ് വർക്കാ. നാളെ രാവിലെ വരാം. വിളിക്കട്ടെ. കസ്റ്റമർ വന്നു. അവിടെ നിൽക്കാതെ വിളിക്കാന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുക. ലൈവ് കട്ടാക്കുന്നില്ല. ഞാൻ കുളിച്ചിട്ട് വരാം. നിങ്ങൾ ചോദിക്കും. ഇനി ഗോയ്സ് എല്ലാവരോടും അച്ചായ നമ്മുടെ കഥ ഗോവിന്ദ വേണ്ട. ഞാൻ നാളെ കഥ പറഞ്ഞുതരാം. ജോലി മസ്റ്റ്. ജമ്മു ചീത്ത പറയും എടുത്തില്ലെങ്കിൽ. ജോലി മസ്റ്റ്. ഞാൻ കുളിച്ചിട്ട് വരാം. ഓക്കെ. ഡ്രസ് ചുരിദാറും ചുരിദാർ. ജോലി മസ്റ്റ്. വൈകുന്നേരത്തിൽ വരില്ലാന്ന് വെച്ചു. അതാ ഇരിക്കട്ടാ. അതുവരെ നിങ്ങൾ സംസാരിച്ചോ. നമുക്ക് കുളിക്കാം.